നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പാർട്ട് 2 സെക്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 എടുത്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പാർട്ട് 2 കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൈറ്റ് ടു ഇക്വാളിറ്റി ആയിരുന്നു പഠിച്ചിരുന്നത് അല്ലെ? റൈറ്റ് ടു ഇക്വാളിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്. ഓക്കെ, അപ്പൊ നിലവിൽ വന്ന സമയത്ത് ഈ 6 റൈറ്റ്സ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, 7 റൈറ്റ്സ് ഉണ്ടായിരുന്ന 7 റൈറ്റ്സ് ഫ്രീഡം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടത് 44ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം എടുത്തു കളഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് എന്ത് വന്നത്? 6 റൈറ്റ്സ് ആയിട്ട് മാറിയത് കേട്ടോ. അപ്പൊ റൈറ്റ് ടു ഫ്രീഡത്തിനകത്തും എന്തുണ്ടായിരുന്നു? സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട അവകാശം ഉണ്ടായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഉണ്ടായിരുന്നു. ഈ 2 എണ്ണത്തിൽ എടുത്തു കളഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ആർട്ടിക്കിൾ 19 ഗ്യാരണ്ടീസ് ഓൾ സിറ്റിസൺസ് ദ 6 റൈറ്റ്സ്. അപ്പൊ എന്തോ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 19 ആർക്ക് മാത്രമേ ഉള്ളൂ? ഓൾ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ, ഫോറിനേഴ്സിനില്ല. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കമ്പനീസിനും ഷെയർ ഹോൾഡേഴ്സിനും കൂടെ എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ 19 കൊണ്ടുള്ള അവകാശങ്ങൾ ഉണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്ക്, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആർട്ടിക്കിൾ 19 വരുന്ന സബ് ക്ലോസുകൾ ഓരോന്നും നമുക്ക് പഠിക്കണം. ആ സബ് ക്ലോസ് 19 ക്ലോസ് 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ സബ് ക്ലോസ് എ, ബി, സി, ഡി, ഇ, എഫ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ് ആയിരുന്നത്. അത് കളഞ്ഞു. അപ്പൊ എഫ് ഇല്ല, ജി എ ഉള്ളൂ. ഓക്കെ, ഈ 6 എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് പഠിച്ചു വെക്കാനുള്ളത്. അപ്പൊ എയിൽ എന്താ പറയുന്നത്? 19 ക്ലോസ് 1A. 19 ക്ലോസ് 1A സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഏതിൽ വരുന്നത്? 19 ക്ലോസ് 1A വരുന്നത്. 1Bയിൽ എന്താണ്? അസംബിൾ പീസ്ഫുള്ളി, സമാധാനപരമായി ആയുധങ്ങളൊന്നുമില്ലാതെ സംഘടിക്കാനുള്ള അവകാശം, സംഘടിക്കൽ. ഓക്കെ അല്ലേ? സമാധാനപരമായിട്ട് സംഘടിക്കാനുള്ള അവകാശമാണ് ബിയിൽ പറയുന്നത്. സിയിൽ എന്താ പറയുന്നത്? സംഘടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് യൂണിയൻസ് ഉണ്ടാക്കാം. യൂണിയൻസ്, അസോസിയേഷൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ രൂപീകരിക്കാനുള്ള അവകാശത്തെ പറ്റിയാണ് 19 ക്ലോസ് 1C പറയുന്നത്. എല്ലാം ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ, ഞാൻ ഫുൾ എഴുതിയൊന്നുമില്ലെന്നേ ഉള്ളൂ. അടുത്ത ഡിയിൽ എന്താണ്? മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം. അപ്പൊ നിങ്ങൾ ഡ്രൈവ് വെച്ച് കണക്ട് ചെയ്ത് വെച്ചാൽ, ഡ്രൈവ് ചെയ്തല്ലേ സഞ്ചരിക്കുന്നത്. അപ്പൊ D4 ഡ്രൈവ് കണക്ട് ചെയ്ത് വെച്ചേക്ക. സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഏതിൽ പറയുന്നത്? 19 ക്ലോസ് 1D പറയുന്നത്. ഇനി 19 ക്ലോസ് 1E എന്താണ്? ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള അവകാശത്തെ പറ്റിയാണ് നമ്മുടെ ഇയിൽ പറയുന്നത്, 19 ക്ലോസ് 1E പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി 19 ക്ലോസ് 1G എന്താണ് പറയുന്നത്? ഏത് ജോലിയും, റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ, എന്ത് ജോലിയും ചെയ്യാനുള്ള അവകാശം, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശമാണ് 19 ക്ലോസ് 1G പറയുന്നത്. ഇനി പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. ഇവിടെ 19 ക്ലോസ് 1A തൊട്ട് എന്താണ് G വരെയാണ്. എഫ് ഇല്ല എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കോഡ് പറയാം. കോഡ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. അത് ഞാൻ ഇതൊന്ന് വായിച്ചാലായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കോഡ് പറയാനായിട്ട് പോവാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം, ഇതൊരു പെൺകുട്ടിയാണ്. ഓക്കെ, ഇതൊരു പെൺകുട്ടി, കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടി. ഇതൊരു ആൺകുട്ടിയാണ്, ഇത് കല്യാണം കഴിഞ്ഞ എന്താണ് ചെറുക്കനാണ്. അതായത് ഇവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് ഡേ നമ്മുടെ പെൺകുട്ടി വീട് കണ്ടിട്ടില്ല, ചെറുക്കന്റെ വീട് കണ്ടിട്ടില്ല. ആ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ദിവസമായിരിക്കും പെൺകുട്ടി എന്ത് കാണുക? ചെറുക്കന്റെ വീട് കാണുക. അങ്ങനെയല്ലേ നമ്മുടെ നാടിന്റെ ഒരു രീതി. നമ്മളൊക്കെ പോയി കാണും, എങ്കിലും പൊതുവെ അങ്ങനെയല്ലേ? പൊതുവെ അങ്ങനെ ചെറുക്കന്മാരുടെ വീട് കല്യാണത്തിന് ശേഷമായിരിക്കും നമ്മുടെ പെൺകുട്ടി കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചെക്കൻ വന്നിട്ട് എന്ത് ചോദിക്കും? വീട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കൂലേ? അല്ലെ? വീട് ഇഷ്ടപ്പെട്ടോ? ആദ്യം ചോദിക്കുന്നത് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നായിരിക്കും. അപ്പൊ അഭിപ്രായം ചോദിക്കുകയാണ് അല്ലെ? അഭിപ്രായം ചോദിക്കുകയാണ്. റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. പെൺകുട്ടിയോട് എന്ത് ചോദിക്കുന്നു? അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പൊ 19 ക്ലോസ് 1A എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. കിട്ടിയല്ലോ. ഇനി കല്യാണം കഴിഞ്ഞു, അടുത്ത നമ്മുടെ നാട്ടിന്റെ നടപടി എന്താണ്? വിരുന്നിന് പോകും അല്ലെ? വിരുന്ന് പോകത്തില്ലേ? ബന്ധുക്കളുടെ വീട്ടില് വിരുന്നിന് പോകും. വിരുന്നിന് പോകുമ്പം ആയുധവും കൊണ്ടാണോ പോകാറ്? അല്ല, സമാധാനപരമായിട്ട് അന്നത്തെ ദിവസമായിട്ടായിരിക്കും ആദ്യമായിട്ടും അവസാനമായിട്ടും നമ്മുടെ ബന്ധുക്കളടുത്ത് നമ്മള്
നല്ല ഫ്രണ്ട്ലി സംസാരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി, വിരുന്നിന് പോകുന്നത് സമാധാനപരമായിട്ട് സംഘടിക്കാനാണ്. അപ്പൊ എന്താണ്? അസംബിൾ പീസ്ഫുള്ളി. ഓക്കെ, അപ്പൊ അത് കിട്ടിയല്ലോ. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത നമ്മുടെ ഈ ഒരു കഥാപാത്രങ്ങളുടെ ഇടയിലേക്ക് ആര് വരും? നമ്മുടെ അമ്മായിയമ്മ വരും അല്ലെ. അമ്മായിയമ്മ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. അമ്മായിയമ്മ എത്തിയാൽ എന്താണ് പിന്നെ അവിടെ നടക്കാൻ പോകുന്നത്? അവിടെ നടക്കുന്നത് യുദ്ധം, പോര് അല്ലെ. അപ്പൊ അമ്മായിയമ്മ മരുമോൾ പോരാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ്? അമ്മായിയമ്മയും മരുമോളും രണ്ട് സൈഡിലാവും. രണ്ട് സൈഡ് ആവുമ്പം ഇവരുടെ പുറകെയും കുറെ ആളുകൾ ഉണ്ടാവും, മരുമോളുടെ പുറകെയും കുറെ ആളുകൾ കാണും. ഇപ്പൊ എന്താണ്? മരുമോളുടെ വീട്ടുകാർ കാണും, അമ്മായിയമ്മയുടെ പുറകെ അമ്മായിയമ്മയുടെ വീട്ടുകാര് അല്ലെ, എല്ലാരും അല്ലെങ്കിൽ നാട്ടുകാരും ഒക്കെ കാണും. ഇങ്ങനെ രണ്ട് ടീമാവുമ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത്? യൂണിയൻസ് ഉണ്ടായി അല്ലെ. യൂണിയൻസ് ഉണ്ടായി. അപ്പൊ എന്താണ്? വിരുന്നൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത അടി തുടങ്ങി രണ്ട് യൂണിയനായി. അപ്പൊ ഇതേതാണ്? 19 C ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞില്ല 19 ആണ്. ഓക്കെ, സമാധാനപരമായിട്ട് സംഘടിക്കുന്നത് എവിടെയാണ്? വിരുന്നിനാണ്. അപ്പൊ അത് 19 അത് കഴിഞ്ഞ് യൂണിയൻ ഉണ്ടായി 19 C. ഓക്കെ അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ്? ഭർത്താവ് നോക്കുമ്പോ രണ്ടുപേരും തമ്മിൽ പൂരയടി. ഓക്കെ, അപ്പൊ ഭർത്താവ് ഇങ്ങനെ ചിന്തിക്കും. ഭർത്താവ് എന്ത് ചിന്തിക്കും? ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നിർത്തിയാൽ ശരിയാവത്തില്ല, കുറച്ചൊന്ന് മൈൻഡ് മാറ്റി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവാ. അപ്പഴത്തേക്ക് വരും എന്താണ്? ഹണിമൂൺ അല്ലെ. ഹണിമൂൺ എന്ന് പറഞ്ഞ് ഭാര്യനെയും വിളിച്ചുകൊണ്ട് ഒരു പോക്കങ്ങ് പോകും. അങ്ങനെ എന്ത് ചെയ്യും? ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുക അല്ലെ. അങ്ങനെ ഇന്ത്യയിൽ കുറെ അടുത്ത് കറങ്ങി നടക്കും. അങ്ങനെ എന്താണ്? ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മളിവിടെ കണക്ട് ചെയ്തത്. അപ്പൊ 19 എന്താണ്? ഇന്ത്യയിൽ എവിടെയും ഡ്രൈവ് ചെയ്ത് നമുക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. 19 എന്താണ്? മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ, അങ്ങനെ കറങ്ങിയൊക്കെ നടന്നാൽ മാത്രം മതിയോ? എവിടെയെങ്കിലും പോയെന്ന് താമസിക്കണ്ടേ? നമുക്ക് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? എവിടെയെങ്കിലും താമസിക്കുക അല്ലെ. അപ്പൊ എന്താണ്? സെറ്റിൽ ചെയ്യാൻ, ഇന്ത്യയിൽ എവിടെയും സെറ്റിൽ ചെയ്യാനുള്ള അധികാരമാണ് 19 പറയുന്നത്. ഓക്കെ അല്ലേ. സെറ്റിൽ ചെയ്ത് കറങ്ങിയൊക്കെ നടന്നെല്ലാം കഴിഞ്ഞ് കയ്യിലെ പൈസയൊക്കെ തീരാറായി. അപ്പൊ ഭർത്താവ് നോക്കിയപ്പോ എന്താണ്? നല്ല അടിപൊളി വസ്തു ഒക്കെ കിടക്കുന്നത്. നമ്മൾ കറങ്ങാൻ പോകുന്ന സ്ഥലത്ത് നല്ല ജമന്തി തോട്ടവും അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അവിടെ ഒരു വീട് വെച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് പറയും, എടി നിന്റെ കയ്യിൽ കുറെ സ്വർണ്ണം ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി മേടിച്ചാലോ? അപ്പം നമ്മുടെ വൈഫ് പറയും, മോനെ എന്റെ സ്വർണ്ണത്തിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട അല്ലെ. അപ്പൊ എന്താണ്? ആ പരിപാടി അങ്ങ് ക്യാൻസൽ ചെയ്ത്. അതായത് 19 പ്രോപ്പർട്ടി റൈറ്റ് ആയിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്താണ്? നമ്മുടെ ഭർത്താവിന്റെ കയ്യിലെ പൈസ എല്ലാം തീർന്നു. അപ്പൊ ഇനി എന്താണ്? ജീവിക്കണമെങ്കിൽ കയ്യിൽ പൈസ വേണമെങ്കിൽ ജോലിക്ക് പോകണം അല്ലെ. അപ്പൊ ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശമാണ് അല്ലെങ്കിൽ അതിന്റെ ഫ്രീഡം ആണ് അവസാനം പറയുന്നത് 19 എന്താണ്? G. ഓക്കെ അല്ലെ. അപ്പൊ ഇത്രയുള്ള കഥ. കല്യാണം കഴിഞ്ഞൊരു വീട്ടിൽ വരുന്ന കാര്യം അങ്ങ് ആലോചിച്ചാൽ മതി, നമുക്ക് ഈ റൈറ്റ് ടു ഫ്രീഡം മൊത്തം ഒന്ന് കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് ആണോ? അപ്പൊ നമ്മുടെ 19 എന്താണ് നമ്മൾ പറയുന്ന പ്രസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് പ്രസ്സും നമ്മുടെ അഭിപ്രായങ്ങളെ, നമ്മുടെയൊക്കെ എല്ലാ ആശയങ്ങളെല്ലാം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും, ഏത് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ വേണമെങ്കിലും നമുക്ക് എന്താണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ഫ്ലാഗ്, നാഷണൽ ഫ്ലാഗ് ഒക്കെ ഉയർത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, നമുക്കുണ്ട് കേട്ടോ. അപ്പൊ ന്യൂസ് പേപ്പർ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ന്യൂസ് പേപ്പർ ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ന്യൂസ് പേപ്പറിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം 19 വരുന്നത്. ഓക്കെ, അതുപോലെ ഫിലിം മേക്കേഴ്സിന്റെ റൈറ്റും, ഫിലിം മേക്കേഴ്സിന് അവരുടെ ആശയങ്ങള് സിനിമയിലൂടെ പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു റൈറ്റ് മാത്രമല്ല, നമുക്ക് റൈറ്റിനോടൊപ്പം കുറച്ച് റെസ്ട്രിക്ഷൻസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ റൈറ്റ് മാത്രമല്ല, കുറച്ച് റെസ്ട്രിക്ഷൻസും ഉണ്ട്. എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻ? നമ്മുടെ 19 എന്താണ് നമ്മൾ പറഞ്ഞു? സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അവിടെ എന്തിലൊക്കെയാ റെസ്ട്രിക്ഷൻ ഉള്ളത്? നമ്മുടെ സോവേർജിനിറ്റിയും ഇന്റഗ്രിറ്റിയും, അതായത് നമ്മുടെ ഐക്യത്തെയും പരമാധികാരത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നടത്താനുള്ള അവകാശമൊന്നും നമുക്കില്ല. അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് അല്ല. എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് എന്താണ് സ്റ്റേറ്റ് എന്ന്. ആ കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ പ്രകാരം അതിനെ ബാധിക്കുന്ന, അതിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുപോലെ വിദേശകാര്യ ബന്ധങ്ങളിൽ കോട്ടം തട്ടുന്ന രീതിയിൽ, ഫ്രണ്ട്ലി റിലേഷൻ ആയിട്ടുള്ള മറ്റ് വിദേശ രാജ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ കോട്ടം പറ്റുന്ന രീതിയിലുള്ള
സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും നമുക്ക് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പബ്ലിക് ഓർഡർ, ഗവൺമെന്റിന്റെ റൂളിനെ ഒന്ന് എതിർത്തിട്ടുള്ള സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒന്നും നമുക്ക് പറ്റൂല. അതുപോലെ നമുക്കൊരു മൊറാലിറ്റി ഉണ്ട് അല്ലെ, നമുക്കൊരു ഡീസൻസി മൊറാലിറ്റി ഒക്കെ ഉണ്ട്. ആ ഒരു ധാർമ്മിക ബോധത്തിന് അടിസ്ഥാനമായിട്ടുള്ള രീതിയിൽ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നടത്താവോ, അല്ല അതിന്റെ ഓപ്പോസിറ്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല. അതുപോലെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, അതായത് നമ്മുടെ കോടതി വിധിയൊക്കെ ലംഘിക്കുന്ന രീതി, അല്ലെങ്കിൽ കോടതി നിന്ദ എന്ന് പറയത്തില്ലേ, കോടതി നിന്ദ, അങ്ങനെയുള്ള രീതിയിലുള്ള സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും പറ്റൂല. ഡിഫാമേഷൻ, ഇതെന്താണ്, നമ്മുടെ രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറ്റൂല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അപകീർത്തിപ്പെടുത്തുക എന്നതാണ് ഈ ഒരു വേർഡിന്റെ അർത്ഥം. അപ്പൊ ഡിഫാമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ റെസ്ട്രിക്ഷനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുന്നതിനുള്ള ഒരു പ്രേരണയായിട്ടുള്ള രീതിയിലുള്ള സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസും പറ്റൂല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ 19 ക്ലോസ് 1 റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. 19 ക്ലോസ് 1D എന്താണ്, സമാധാനപരമായി സംഘടിക്കാനുള്ള അവകാശമാണ് അല്ലെ. അപ്പൊ അതിനകത്ത് എന്താണ്, നമ്മുടെ സോവേർജിനിറ്റിയും ഇന്റഗ്രിറ്റി, ഇത് മിക്കയിടത്തും ഉണ്ട് കേട്ടോ. സോവേർജിനിറ്റിയും ഇന്റഗ്രിറ്റിയും ബാധിക്കുന്ന രീതിയിൽ പറ്റൂല. പബ്ലിക് ഓർഡറിനെ എന്താണ് ലംഘിക്കുന്ന രീതിയിലുള്ള സംഘടന ഒന്നും പറ്റൂല. അതുപോലെ 19 ക്ലോസ് 1C എന്താണ് പറയുന്നത്, അതിലും സോവേർജിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഉണ്ട്, പബ്ലിക് ഓർഡർ ഉണ്ട്, ധാർമ്മികതയും കൂടെ ഉണ്ട് കേട്ടോ. യൂണിയൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്കൊരു തീവ്രവാദ സംഘടന ഉണ്ടാക്കാൻ പറ്റുമോ? യൂണിയൻസ് ഉണ്ടാക്കാം. നമുക്ക് എന്താണ്, ഒരു വയസ്സായവരുടെ സംഘടന, യുവജന സംഘടന, അല്ലെങ്കിൽ വുമൺ സംഘടന, ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇവിടെ സംഘടന ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ പോയി ഒരു തീവ്രവാദ സംഘടന ഉണ്ടാക്കിയാലോ, പറ്റുമോ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താണ്, ആ ഒരു മൊറാലിറ്റിയും കൂടെ അതിനകത്തുണ്ട് കേട്ടോ. മൊറാലിറ്റിയും കൂടെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിലേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അടുത്ത 19 ക്ലോസ് 1D നമുക്ക് പറയാം എന്താണ്, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് എന്താണ്, ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക്, എന്താണ്, പബ്ലിക്കിന്റെതനുസരിച്ച്, അതായത് നിങ്ങളിപ്പോ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പുറത്തെ വീട്ടുകാരനും ഇന്ത്യയിലുള്ളതാ, അവന്റെ വീട്ടിൽ കയറി ഇറങ്ങാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ എന്താണ്, അത് പബ്ലിക് ഇൻട്രസ്റ്റും കൂടെ നോക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് ചെയ്യുക. ഓക്കെ, അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ട്രൈബൽസ്, ചില ട്രൈബൽ ഏരിയാസിൽ നമുക്ക് പ്രവേശനം ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ 19 ക്ലോസ് 1E എന്താ പറയുന്നത്, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ. അതും എന്താണ്, പബ്ലിക് ഇൻട്രസ്റ്റ്, ഏതെങ്കിലും അപ്പുറത്തെ വീട്ടിലെ അങ്കിള് വലിയൊരു വീട് വെച്ച് എന്താണ്, അത് ഇന്ത്യയിലാണ്, അപ്പൊ എനിക്ക് എവിടെയും താമസിക്കാന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ പറ്റുമോ? പറ്റൂല. അത് പോട്ടെ, ചില സ്ഥലങ്ങളിൽ, അതായത് ഇപ്പൊ ഈ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ഒക്കെ സ്ഥലത്ത് നമ്മളൊരു വീട് കെട്ടി താമസിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതുപോലെ നമുക്കറിയാം റെസ്ട്രിക്ഷൻ ആയിട്ട് ചില നദിക്കരയിൽ ഇത്ര മീറ്ററിന്റെ അപ്പുറത്തേക്ക് വീട് വെക്കാവുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ഭാഗമാണ്, ഇവിടെ എനിക്ക് വീട് വെക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ പബ്ലിക് ഇൻട്രസ്റ്റും പിന്നെന്താണ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഏരിയാസും അതെന്താണ്, അത് ഒരു റെസ്ട്രിക്ഷൻ ആണ്. ഇനി 19 ക്ലോസ് 1G എന്താണ് പറയുന്നത്, ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരു ഡോക്ടർ ആവാനാണ് ഇഷ്ടം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഡോക്ടറിന് MBBS ഒന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചത് എന്താണ്, ഡിഗ്രിയാണ് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് പഠിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നു എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം, എനിക്ക് നാളെ തൊട്ട് മെഡിക്കൽ എന്താണ് ഫീൽഡിൽ ജോലി വേണമെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു LLB ആണ് എടുത്തത്, നിങ്ങൾക്ക് പറ്റുമോ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യാൻ? തിരിച്ചു പറ്റുമോ? മെഡിക്കൽ ജോലി എടുത്ത ആൾക്ക് എന്താണ്, ഇപ്പൊ ഒരു വക്കീല് ചെയ്യുന്ന പണി ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്താണ്, അവിടെ കുറച്ച് ക്വാളിഫിക്കേഷൻസ്, പബ്ലിക് ഇൻട്രസ്റ്റ്, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ എന്താണ്, 19 ക്ലോസ് 1G എന്താ പറയുന്നത്, റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ആണ്. പക്ഷെ അവിടുത്തെ റെസ്ട്രിക്ഷൻ എന്താണ്, പബ്ലിക് ഇൻട്രസ്റ്റും പ്രൊഫഷണൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, ബിസിനസ് ക്യാൻ ബി മോണോപോളൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിന് കുറച്ച് കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത, നമ്മളിപ്പോ പറഞ്ഞു ബിസിനസിന്റെ കാര്യം എന്താണ്, എക്സാമ്പിൾ കഞ്ചാവ് തന്നെ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ് കഞ്ചാവ് ബിസിനസ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് നമ്മുടെ സ്റ്റേറ്റ് റെസ്ട്രിക്ട് ചെയ്തേക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഇത്രയാണ് നമ്മുടെ ആർട്ടിക്കിൾ 19 വരുന്നത്. അതിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വരാം. അടുത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്
എന്റെ പേഴ്സണൽ ഐഡിയിലേക്ക് മെസ്സേജ് അയക്കുക. സ്റ്റഡി വിത്ത് മഹിമ പൗർണമി കേട്ടോ. സ്റ്റഡി വിത്ത് മഹിമ പൗർണമി സ്പേസ് ഇല്ലാതെ സെർച്ച് ചെയ്താൽ മതി. മഹിമ പൗർണമി POURNAMI എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഈ ഒരു ഐഡിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, ഡയമണ്ട് പി എസ് സി ഡിസ്കഷൻ എന്ന് നിങ്ങൾ ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അപ്പൊ ഇതിന്റെ ക്ലാസിന്റെ ലിങ്കും മറ്റു നോട്ട്സും ഒക്കെ നമ്മുടെ ഡയമണ്ട് PSC എന്ന് പറയുന്ന ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേരാണ് ഡയമണ്ട് PSC കേട്ടോ. അപ്പൊ ഇത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ടെലഗ്രാമില് ക്ലാസിന്റെ ലിങ്കുകൾ, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കുകൾ എല്ലാം കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തോടെ എന്താണ് പബ്ലിക്കായിട്ട് എടുക്കുന്ന ലക്ഷ്മികാന്ത് ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടായിരിക്കും എടുക്കുക. കാരണം ലക്ഷ്മികാന്ത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ലക്ഷ്മികാന്ത് ബുക്ക് എടുക്കുമ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മൾ ഇനി എടുക്കുന്ന ക്ലാസ്സുകൾ എന്താണ് പ്രൈവറ്റ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആ ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബ് വഴി ഈ ഒരു ക്ലാസ്സുകൾ ഇനി കിട്ടത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഓൾ.